ദുഃഖകരമായൊരു വാർത്തയാണ്. കണ്ണൂരിൽ നിന്നാണ്. ആറളം ഫാമിൽ കാട്ടാനയുടെ ചവിട്ടേറ്റ് യുവാവിന് ദാരുണാന്ത്യം. ആറളം ഫാം 10-ാം ബ്ലോക്കിലെ അനീഷാണ് മരിച്ചത്. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. അജീഷ്, വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത. അത് ഇത്തരത്തിലുള്ള വാർത്തകൾ ഇനിയും ഉണ്ടാകില്ലെന്ന് നമ്മൾ കരുതുമ്പോഴും വീണ്ടും വന്നിരിക്കുന്നു. ഇതിപ്പോൾ ആറളം ഫാമിൽ നിന്നാണ്. 10-ാം ബ്ലോക്കിലെ അനീഷാണ് മരിച്ചത്. ഇതെപ്പോഴാണ് സംഭവം ഉണ്ടായത്? എങ്ങനെയാണ് ഉണ്ടായത്? പറയൂ. സ്മിത, രാവിലെ തന്നെ ദുഃഖകരമായ ഒരു വാർത്തയിലൂടെയാണ് തുടങ്ങുന്നത്. ആറളത്ത് നമുക്കറിയാവുന്നതുപോലെ തന്നെ അവിടെ കാട്ടാന പ്രശ്നം വർഷങ്ങളായി തന്നെ ഉള്ള ഒരു മേഖലയാണ്. അവിടുത്തെ പല ബ്ലോക്കുകളും ഈ കാട്ടാന പേടിയിൽ തന്നെയാണ് കഴിയുന്നത്. അവിടുത്തെ 10-ാം ബ്ലോക്കിലെ സോമന്റെ മകൻ അനീഷാണ് ഇന്ന് പുലർച്ചെ കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചത്. നാട്ടുകാരിൽ ചിലരോട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഈ പുലർച്ചെ മൂത്രമൊഴിക്കാനും മറ്റും വീടിന് പുറത്തിറങ്ങിയപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പുലർച്ചെ 4 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. ഏതാണ്ട് 4 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. വീട്ടിൽ അച്ഛനും അടക്കമുള്ളവര് ഉണ്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സമീപത്ത് തന്നെ കാട്ടാന ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ മൃതദേഹം പേരാവൂർ താലൂക്ക് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അവിടുന്ന് പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരത്തേക്ക് കൊണ്ടുപോകും. എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ് കണ്ണൂർ ആറളത്ത് ഉണ്ടായിരിക്കുന്നത്. പുലർച്ചെയാണ് 10-ാം ബ്ലോക്ക് സ്വദേശിയായിട്ടുള്ള അനീഷ് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.